വെള്ളത്തിന്റെ pH 7.45 അപ്പൊ നിങ്ങൾക്ക് റെഡി ടു യൂസ് നേരിട്ട് കുടിക്കാവുന്ന അവസ്ഥയിലേക്ക് ആ വെള്ളത്തിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ശുദ്ധീകരണം നടക്കുന്നുള്ളൂ. അതിനും കൂടി ഇതിന് 2800 രൂപയും GST ഉള്ളൂ ഇതിന്റെ വില. അതിനാണ് 800 രൂപയും GST വാൽവിനാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് കുടിവെള്ളം അല്ലേ? ആ കുടിവെള്ളം നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് പൈപ്പ് വെള്ളമാണ്. ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിലെ പൈപ്പാണ്. ഇത് കണ്ട ഒരു തുള്ളി പോലും വെള്ളം വന്നില്ല. അപ്പോൾ പലപ്പോഴും ഇതാണ് സാഹചര്യം. അപ്പോൾ അങ്ങനെ പൈപ്പ് വെള്ളം കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ആശ്രയിക്കുന്നതാണ് കിണർ വെള്ളം അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലെ കിണർ വെള്ളം ശുദ്ധമാണോ അല്ലെങ്കിൽ അശുദ്ധമാണോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ അതിൽ പ്യൂരിഫയറോ അല്ലെങ്കിൽ വാട്ടർ ഫിൽറ്ററോ മേടിച്ച് വയ്ക്കും. അങ്ങനെ വാട്ടർ ഫിൽറ്ററും പ്യൂരിഫയറും മേടിക്കുമ്പോൾ വലിയൊരു തുക നമുക്ക് ചിലവാകും. അത് ഏത് നമുക്ക് മേടിച്ച് വെക്കണം, എത്ര ചിലവ് കുറച്ച് കിട്ടും, എത്ര ക്വാളിറ്റി ഉണ്ടാവും, അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ടാ. എവിടെ വീട്? കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് കുഞ്ഞായിനി. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ? എനിക്ക് മെഷീനറി മാനുഫാക്ചറിങ്ങിൽ 40 വർഷത്തോളം പരിചയമുണ്ട്. ആ സമയത്ത് എൻ്റെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ടാങ്ക് റിയാക്ടേഴ്സ് ഇതാണ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മീറ്റർ ഡയമീറ്ററോ അല്ലെങ്കിൽ 1.5 മീറ്റർ ഡയമീറ്ററോ ഉയരം ഒരു 8-10 അടി ഉയരമുള്ള ഇതിൻ്റെ ഒരു 10-50 ഇരട്ടി വലിപ്പമുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ വേണ്ടി ചെയ്തിരുന്നത്. ഇതും വേറെ പ്യൂരിഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൽ കൊണ്ടുവന്ന് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടാണ്. സത്യം. ഇതിനകത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ സ്റ്റോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം അരിക്കുന്ന പണി മാത്രമേ നടക്കുള്ളൂ. ഒരിക്കലും പ്യൂരിഫിക്കേഷൻ നടക്കില്ല, ഒരിക്കലും ശുദ്ധമാവൂല. ശുദ്ധമാകണമെങ്കിൽ നിങ്ങളുടെ രക്തത്തിന്റെ pH 7.45 അപ്പൊ നിങ്ങൾക്ക് റെഡി ടു യൂസ് നേരിട്ട് കുടിക്കാവുന്ന അവസ്ഥയിലേക്ക് ആ വെള്ളത്തിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ശുദ്ധീകരണം നടക്കുന്നുള്ളൂ. അരിച്ചാൽ ഒരിക്കലും ശുദ്ധീകരണം നടക്കില്ല. അപ്പൊ നമ്മൾ ഇത് മാത്രം മേടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ പ്യൂരിഫയറും രണ്ടും മേടിച്ചു വെച്ചിരിക്കണം. വേണ്ടി വരും, നിർബന്ധമാണ്. മറ്റേത് പ്യൂരിഫൈ ചെയ്ത് പക്കായിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിലും കിട്ടും. ഇത് അരിച്ച് കരടും അഴുക്കുകൾ കിട്ടും. ഇനി ഇതേ ഉപകരണം തന്നെ നിങ്ങൾക്ക് പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അതെന്ത് ചെയ്യും? അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ സ്റ്റോൺസിന് പകരം ശംഖുഭസ്മം പോലെയുള്ള പ്യൂരിഫിക്കേഷൻ മെറ്റീരിയൽസ്, പ്രകൃതിദത്തമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ മെറ്റീരിയൽസ് ഇതിനകത്ത് ഉപയോഗിക്കണം. അതിന് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ഞങ്ങളിപ്പോ ശംഖുഭസ്മം ഉപയോഗിക്കുന്നു. അതാണ് ഈ സാധനം. ശംഖുഭസ്മത്തിന്റെ ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ശംഖുഭസ്മമാണിത്. ഇത് കടലിലെ സീഷെൽസ് വളരെയധികം പ്രോസസ്സുകൾ ചെയ്തിട്ട് ചൂടാകാതെ പൊടിക്കുന്നു. പിന്നെ ഇതിന്റെ ഹിഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഹിഞ്ച് പ്ലേറ്റിനകത്തുള്ള പ്രോട്ടീൻ മാലിന്യം വേർതിരിച്ച് എടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതിടുമ്പോ ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാം. പ്യൂരിഫിക്കേഷൻ നടക്കും. രണ്ട് കാര്യം ഇതിൽ നടക്കും. ഇനി വിലയുടെ കാര്യത്തിലാണ് ഒരു അത്ഭുതം. സാധാരണ നമ്മള് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന വിലയിലല്ല ഈ ചേട്ടൻ ഈ സാധനത്തിന്റെ വില എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞോ, വില എത്രയാണ്? 2900 രൂപയാണ് ഇതിന്റെ വില. ഇതിന്റെ മൾട്ടിപോർട്ട് വാൽവ് ഈ ഇരിക്കുന്ന സാധനത്തിന് വില 800 രൂപയാണ്. രണ്ടും കൂടിയാണ് ഇതിന്റെ വില വരുന്നത്. വെച്ചാൽ 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ രണ്ട് സാധനവും കൂടി നിങ്ങൾക്ക് ലഭ്യമാകും. നമുക്ക് കൊണ്ടുപോവാം. അപ്പൊ ഫിറ്റ് ചെയ്യല് അതിന് വേണ്ട എല്ലാ ഗൈഡൻസും ഞങ്ങൾ ചെയ്തു തരും. സാങ്കേതികമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ഞങ്ങൾക്ക് അല്ല, ഞങ്ങൾക്കത് പ്രായോഗികമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾ പറവൂരിന്ന് വരുന്നു, താങ്കളെ കൊണ്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ ഇത് ചെയ്തു തരാം. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവനൊരു 500 അല്ലെങ്കിൽ 750 ഇനി പോട്ടെ 1000 രൂപ കൊടുത്താൽ അവനിത് വന്ന് ചെയ്ത് തരും. 1500 ആയാലും സാരില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞ റേറ്റ് 4000 രൂപ കൊടുക്കും. അതെ. പിന്നെ അതിനകത്ത് ഇതേ മെറ്റീരിയൽ ഉപയോഗിക്കണം. വില കുറഞ്ഞ മെറ്റീരിയലാണിത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ സ്റ്റോൺ അതിന് 1000 രൂപ വരുള്ളൂ. ഇതാണെങ്കിലോ ഇതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തൂക്കം ഇതിനകത്ത് ഇത് വാങ്ങിയിടുന്നു അതനുസരിച്ച് ഇതിന് വില വരും. നോർമൽ എത്ര തൂക്കം ഇതിനകത്ത് ഇടണം നമുക്ക്? നോർമൽ ഇപ്പൊ ഇതിനകത്ത് ഫുള്ളായിട്ട് ഇടുകയാണെങ്കിൽ 100 നിങ്ങൾക്ക് വെള്ളം പരിപൂർണമായിട്ടും ശുദ്ധീകരിച്ചെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 100 കിലോ ഇടേണ്ടി വരും. ഇത് ഇടേണ്ടി വരും. 100 കിലോ ഇടണമെങ്കിൽ ഇതിനകത്ത് 14,000 രൂപ വേണം. എന്ന സ്ഥാനത്ത് അതാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 100 കിലോ ഇടുന്നതിന് 1000 രൂപ മതി. നാച്ചുറൽ സ്റ്റോൺ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വെള്ളം ശുദ്ധീകരിക്കില്ല, അരിച്ച് ക്ലിയർ ആക്കി തരും. അപ്പം നമുക്കൊരു 5000 രൂപ ചെലവുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് ഇപ്പോ പ്യൂരിഫയർ മേടിക്കുകയാണെങ്കിൽ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ തോതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ പ്യൂരിഫയർ കിട്ടാറുണ്ടല്ലോ. അതെനിക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതെ. ആ വില കൊടുത്താൽ മതിയാവും. 3500 രൂപ നമുക്ക് നെറ്റിലടിച്ചാൽ കിട്ടും. ചില സ്ഥലത്ത് ഓഫറൊക്കെ ഇട്ടുണ്ടാവും. അവർ പ്യൂരിഫയറും കൂടെ മേടിച്ചു വെച്ചാൽ ഒരു 10,000 രൂപക്ക് നമുക്ക് വീട്ടിൽ കിണർ വെള്ളം ശുദ്ധീകരിച്ച്
കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഇനി നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ശംഖുഭസ്മ ദാഹശമനി ഉണ്ട്. ഉവ്വ. ഇതിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങൾ പാത്രത്തിൽ എടുക്കുക. ആ പാത്രത്തിൽ ഈ ശംഖുഭസ്മ ദാഹശമനി ഇട്ട് വെക്കുക. അത് ഇട്ടിട്ട് 24 മുതൽ 48 മണിക്കൂർ വരെ കഴിയുന്ന സമയത്ത് ആ വെള്ളം ശുദ്ധമായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ വെള്ളം ആവശ്യാനുസരണം അരിച്ചെടുക്കുക. ഇതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ദാഹശമനി വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുക. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് വിലയൊക്കെ ഒരുപാട് കടയിൽ ഇപ്പോൾ അന്വേഷിച്ചിട്ടാ. അവിടെയൊക്കെ വില പറയുന്നത് ഈ ചേട്ടൻ പറഞ്ഞതിനെക്കാട്ടിലും 3 ഇരട്ടി ഉണ്ട്, 4 ഇരട്ടി വില പറയുന്നവരുണ്ട്. അപ്പോൾ വിലയിൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് ചേട്ടൻ പറയണത് അല്ലേ? ഞാൻ വാങ്ങി നിങ്ങൾക്ക് വിലക്കുറവിന് തരുന്നു. ആ വാങ്ങിയ അതേ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് തരുന്നു. നമ്മുടെ ടാറ്റ തന്നെയാണ് അത്. ഇത് നമ്മുടെ ടാറ്റ തന്നെയാണ്. ടാറ്റ സ്റ്റീൽ അവരുടെയാണ് ഈ പ്രൊഡക്റ്റ് കേട്ടാ.